ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ്. മൊത്തത്തിൽ പറയുന്നില്ല എങ്കിലും ഒരാഴ്ച എത്രയൊക്കെ കൂട്ടി തിരിഞ്ഞു വരും, അല്ലെങ്കിൽ ഒരാഴ്ച എത്രയൊക്കെ പൊട്ടും, എന്തൊക്കെ മേടിച്ചാൽ എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കണേ. പിന്നെ ചൂടിൻ്റെ കാര്യം പറയാം. സെപ്റ്റംബർ അല്ലെങ്കിൽ ജൂലൈ മാസത്തെ ചൂടെന്ന് പറയുന്നത് താങ്ങത്തില്ല. ഇപ്പം എൻ്റെ മൂത്താണ് ക്ഷീണം മുഴുവൻ ഈ പുറത്ത് തെണ്ടിത്തിരിഞ്ഞിടന്ന് വന്നപ്പോൾ ഉള്ള ക്ഷീണമാണ്. നിങ്ങൾ ആദ്യം വരുമ്പോൾ പ്രശ്നമില്ല, കാരണം നമ്മുടെ നാട്ടിൽ എന്തോരം ചൂട് കയറുമെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ കൂടിപ്പോയി ഏറ്റവും കൂടിപ്പോയി 30-32 വരുള്ളൂ. ആ ചൂട് പോലും പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഇപ്പോഴേ തലയിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. തലയിറങ്ങല്ല, ആകെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ അമ്മോ. പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അപ്പം ഞാൻ എന്തൊക്കെ ഈ ആഴ്ച പോയി മേടിച്ചതിൻ്റെ ബില്ലുകൾ ഇവിടെ ഉണ്ട്. 2 സ്ഥലത്ത് പോയാൽ ആദ്യം ഔഷനിലേക്ക് പോയി. ഔഷനിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചത് ബാഗിലാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഔഷനിൽ നിന്ന് ഞാൻ ഒരു 20 സ്ലോട്ടിക്ക് മേടിച്ചു. ബിദ്രോഗിൽ നിന്നും മേടിച്ചു ഒരു 20 സ്ലോട്ടിക്ക്. അങ്ങനെ പിന്നെ ഒരു ജ്യൂസ് മേടിച്ചു, കാരണം ദാഹിച്ച് അവശനായിപ്പോയി. കാരണം അത്രയും ചൂടാണ് പുറത്ത്. ഞാൻ ഇത്രയും ചൂടുണ്ടെന്ന് പ്രതീക്ഷ വേർത്ത് കുളിച്ചാകത്തോട് ഡേയിപ്പോയി. ഇപ്പോൾ ജ്യൂസിന് 4 സ്ലോട്ടി. പൊതുവെ ഞാൻ പറഞ്ഞു എനിക്കൊരാഴ്ച കത്തിക്കാനായിട്ടൊരു 70 സ്ലോട്ടി ഒരു. പിന്നെ മാസാവസാനത്തേക്ക് ആയി കഴിയുമ്പോൾ കുറേ ശമ്പളത്തിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഒരു നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് മാസാദ്യം ആയതുകൊണ്ടും ഇപ്പോൾ നമ്മൾ കുഴപ്പമില്ല. എന്നാലും ഇപ്പോൾ കുറച്ച് തന്നെ പിടിച്ചേക്കണം, കാരണം നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ച സാധനമുണ്ട്. ഇപ്പോൾ ചില സാധനങ്ങൾ ഞാൻ മേടിക്കുമ്പോൾ ഒരു മാസത്തേക്ക് മൊത്തം കണക്കാക്കിയിട്ട് മേടിക്കും. ചിക്കൻ അല്ലെങ്കിൽ മീൻ അതൊക്കെ ഞാൻ ഒരു മാസത്തേക്ക് കണക്കാക്കിയിട്ടാണ് മേടിക്കുക. എന്നിട്ട് പീസ് ആക്കിയിട്ട് എൻ്റെ കുറച്ച് പ്ലാസ്റ്റിക് ഡപ്പകളുണ്ട്, അപ്പോൾ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് ഒരാഴ്ചയിൽ ഒരു ഡപ്പ എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റും. അതാണ് ആ കേസ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തന്നെ വരാം. വേർത്തിട്ട് പാടില്ല, അത്രയും ചൂടുണ്ട്. പിന്നെ ഫാൻ ഇടാന്ന് കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് ഒടുക്കത്ത സൗണ്ടാവും. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല. നമുക്കിനി വേഗം കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ബിദ്രോങ്കയിലേക്ക് 22. പിന്നെ ഓക്കെ, ഞാൻ ഔഷനിലെ ബില്ല് കളഞ്ഞു. ഔഷനിലും ഇത്രയും തന്നെ 17-18 സ്ലോട്ടി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മേടിച്ചത് എന്ന് പറയുന്നത് തക്കാളി ഇതിപ്പോൾ ഞാൻ 2 ആഴ്ചത്തേക്ക് മേടിച്ചേക്കുന്നതാണ്. ഇത്രയും തക്കാളി മതി എനിക്ക് 2 ആഴ്ചത്തേക്ക്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓഫറിന് മേടിച്ചതാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഇച്ചിരി വില കൂടിയത്, എന്നാൽ ഇന്ന് ഓഫറിന് വന്നതിൻ്റെ പേരിൽ ഞാൻ ഈ തക്കാളി എടുത്തു. അപ്പോൾ ഇത് എന്നിട്ട് പൊമിദോർ മലിനിയ അങ്ങനെ എന്തൊരു സാധനം. അപ്പോൾ 399 ആയിരുന്നു ഇന്നത്തെ ഓഫർ പ്രൈസ്. അപ്പോൾ ഞാനത് എടുത്തു. 1,100 കിലോ എടുത്തു. 1,200 അല്ലേ, അതെ, 1,115 എടുത്തു. പിന്നെ ഇത് ടോർട്ടില്ല. എല്ലാ സമയത്തും ചോറുണ്ടാക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ടോർട്ടില്ല ഞാൻ എന്തായാലും എടുക്കാറുള്ളതാണ് പൊതുവെ. അപ്പോൾ ടോർട്ടില്ലയുടെ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 499. അത്യാവശ്യമുള്ള സാധനമാണ്. ഇതിനകത്ത് കുറച്ച് ചിക്കനും കുറച്ച് സോസും കുറച്ച് തക്കാളിയും കുറച്ച് സവാളയും വെട്ടി മുറിച്ച് അതൊന്നും കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ കബാബ് സെറ്റപ്പായി. ചിക്കൻ എടുത്ത് ഒത്തിരി മഞ്ഞളോടി ഉപ്പും കൂടിയിട്ട് വറുത്ത് കഴിഞ്ഞാൽ സംഭവം കളർഫുള്ളാവും. പിന്നെയെന്ന് പറയുന്നത് എൻ്റെ മെയിൻ ആശാൻ, ഇതൊരു 1.5 മാസത്തേക്കുള്ള ഐറ്റമാണ്. 3.25 കിലോ സവാള ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തു 3 സ്ലോട്ടി. ഒന്ന് നോക്കിയത് ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്നോളൂ 1 മാസത്തിന് മേലെ. കാരണം ഞാൻ 2 വർഷമായിട്ട് തന്നെ ചെയ്യാറ്. എപ്പോൾ മേടിക്കുന്നത് സവാള ഒരു 3-4 കിലോ മേടിക്കും പരിപാടി എടുക്കും. സവാള അത്. പിന്നെ പറയുന്നത് ഒരു ക്യാരറ്റ്. ബാക്കി ഐറ്റംസ് എന്തിനാന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനാണ്. ബാക്കി പരിപ്പ്, തക്കാളി, ഇതിന് വേണ്ട മുളക്, പിന്നെ ഉരുളൻകിഴങ്ങ് ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച മേടിച്ചിരിപ്പുണ്ട്. അത് പറഞ്ഞാൽ ചില ഐറ്റംസ് മേടിക്കും, കൂടുതൽ മേടിക്കും, ചിലത് കുറച്ച് കേടാവുന്നതനുസരിച്ച് അല്ലെങ്കിൽ നോക്കിയും കണ്ടും മേടിക്കും. ക്യാരറ്റ് വേഗം കേടാവുന്നതുകൊണ്ടാണ് ഓരോന്ന് മേടിക്കുന്നത്. അപ്പോൾ ഒരു സാമ്പാറിനുള്ള കറിക്കുള്ളതുണ്ട്, പിന്നെ തക്കാളി ഒരു ചിക്കൻ കറിക്കുള്ളതുണ്ട്, ഒരു സാമ്പാറിനുള്ളതുണ്ട്, പിന്നെ ഇപ്പോൾ ഒരാഴ്ചത്തെ കാര്യം പറഞ്ഞു ഒരു കടലക്കറിക്കുള്ളതുണ്ട്, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു പോർക്ക് ഫ്രൈക്കുള്ളതുണ്ട്. പോർക്ക് ഫ്രൈക്കുള്ള ഇത്രയും സാധനങ്ങൾക്കുള്ള തക്കാളി ഇതുണ്ട്. നമ്മൾ 1 മാസത്തേക്കുള്ളതുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ക്ഷീണമുണ്ടാകും ടോർച്ചുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഔഷനിലെ കാര്യം പറയണേ. ഔഷനിൽ നമ്മൾ എന്ത് മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൃ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ക്രാക്ക് ജാക്കിനെ പോലത്തെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു. ഓഫറിന് മേടിച്ചാണ് 10 സ്ലോട്ടി. 700 ഗ്രാം. ഓക്കെ, അത് മേടിച്ചു. പിന്നെ എന്താ മേടിച്ചത്? പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് മേടിച്ചു, കാഷ്യനട്ട്. ഓഫറിനാണ് മേടിച്ചത്. ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനെ പിടിച്ചിവിടെ നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ എന്താ മേടിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ മേടിച്ചു. ഓഫറിന് മേടിച്ചതാണ് 3.81. 1 കിലോ അല്ല 1.25 കിലോ അത് മേടിച്ചു. 3.81. പിന്നെ അതെ നാരങ്ങ ഞാൻ ചായ പിടിക്കാത്തതുകൊണ്ട് നാരങ്ങ നീര് പഞ്ചസാരയുണ്ട്. അപ്പോൾ നാരങ്ങ നീര് കൂടി പിടിക്കും. 2 സ്ലോട്ടി ഓഫർ മേടിച്ചിട്ടുള്ളൂ. 4 സ്ലോട്ടി തന്നെയുണ്ട്. 1 കിലോ. ഇത്ര കടകളാണ് മേടിച്ചേക്കുന്നത്. ഇതിനകത്ത് വെട്ടി ഒതുക്കി ഒരു കറിക്ക് പറ്റിയ ഐറ്റംസ് എന്തുകൊണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി മുന്നേ മേടിച്ച് വെച്ച ഐറ്റംസ് ഇരിപ്പുണ്ട്.
അതായത് സോയ ഇരിപ്പുണ്ട്, ചിക്കൻ ഇരിപ്പുണ്ട്, പോർക്ക് ഇരിപ്പുണ്ട്, മീൻ ഇരിപ്പുണ്ട്, കടലിരിപ്പുണ്ട്, ചെറുപയർ ഇരിപ്പുണ്ട്. അങ്ങനെ ഐറ്റംസ് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാസം ആദ്യം ഒരു ഷോപ്പിംഗ് കൂടെ നടത്തും. അതിലൊരു പരിപാടി അതോ ആ ഒരു പരിപാടി തീരും. പിന്നെ ഒന്ന് സെറ്റാക്കി പോകാനുള്ള ഐറ്റംസ് ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ടിന് മേടിക്കലുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആ ഒരാഴ്ച എനിക്കൊരു 100, 150 വരെ പൊട്ടും. ബാക്കിയുള്ള ആഴ്ചകൾ പൊതുവേ ഞാനൊരു ഈ പറഞ്ഞൊരു റേറ്റിൽ നിൽക്കാറ് 40, 50 അങ്ങനെയാണ് ഞാൻ മാസം മൊത്തം ഓടിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻലി എൻ്റെ ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യം. നിങ്ങൾ തന്നെ വന്ന് നിങ്ങളുടെ എങ്ങനെയാണോ കാര്യങ്ങൾ അങ്ങനെ നോക്കാൻ മേടിക്കുക. പിന്നെ കറി മാത്രം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ, കൂടെ ഞാൻ എപ്പോഴും അരി മേടിക്കാറുണ്ട്. വേറെ ഒരു അരിയാണ് ഞാൻ മേടിക്കാറുള്ളത്. അരി ഇത്തവണ കിട്ടിയില്ല. പകരം നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള കിച്ചൺ ട്രഷേഴ്സിൻ്റെ അരിയാണ് ഇത്തവണ കിട്ടിയത്. ഇത് മേടിക്കും മാസാവസാനം. ഇതൊരു 3 മാസം കൂടുമ്പോൾ മേടിക്കാം. ഒരു 10 കിലോ 3 മാസം എനിക്ക് ഓർഡറുണ്ട്. അതൊക്കെയാണ് കാര്യം. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 95 സ്ലോട്ടി. വേറൊരു അരി ഞാൻ മേടിക്കാറുള്ളത് അത് മട്ടരി തന്നെ, പക്ഷേ അത് ഏത് കമ്പനിയുടെ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാൻ 90 സ്ലോട്ടിക്ക് മേടിക്കാറ്. ഇതൊക്കെയാണ് എനിക്ക് ഒരാഴ്ച വരുന്ന പ്രധാന ചെലവുകൾ. ഇതല്ലാതെ വേറെ ചെലവുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്കത് മിസ്ലീനിയസ് കാറ്റഗറിയിൽ കയറ്റാം. കാരണം അത് എങ്ങനെയാണ് വരാം എന്ന് നമുക്ക് പറയാനില്ല. അത് ചിലപ്പോൾ കണക്കിലും പെടാം, കണക്കിൽ പെടാത്ത രീതിയിലും പൊട്ടാം. ഭാഗ്യപരീക്ഷണം പോലെയാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോ സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. VFSൻ്റെ അതായത് പലരും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു VFS സിസ്റ്റം പയ്യങ്ങോട് വലിഞ്ഞ് പിന്നെ ഡ്രോ സിസ്റ്റത്തിലേക്ക് മാറുമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചതിൻ്റെ പേര് സംഭവം എളുപ്പമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഡ്രോ സിസ്റ്റത്തിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പലരും ചോദിക്കാറ്. അപ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ചാർജ് ആകെ 3% ഉള്ളൂ. വേഗം പറഞ്ഞു തീർക്കും. VFS സൈറ്റ് ഓപ്പൺ ചെയ്യുക, സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക, ന്യൂസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് തന്നെ കണ്ടിന്യൂ റീഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ക്ലിക്ക് ചെയ്ത് കൊടുത്താലും കണ്ടിന്യൂ റീഡിങ്ങിലേക്ക് തന്നെ പോവുക. അത് കഴിഞ്ഞ് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു ബ്ലൂ കളറായിട്ട് ഈ കൺസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ വെബ്സൈറ്റിലേക്ക് ഇങ്ങോട്ട് കയറാം. ആ കയറി കഴിഞ്ഞിട്ട് അവർ ചോദിക്കണ പോലെ രജിസ്റ്റർ ചെയ്ത് പോവുക. അതല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല. പോളിഷ് ലാംഗ്വേജ് ആയിരിക്കും, അത് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിപ്പോൾ എങ്ങനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് വേറൊരു അവസരം കളയാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി പോകാൻ. കാരണം ഒരുപാട് ആൾക്കാർ ഇത് കാലത്തോട്ട് ചെയ്യുന്നവരും ഉണ്ട്. കാര്യം മനസ്സിലായല്ലോ. VFS സൈറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് കയറി ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലൊക്കെ കാശും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പയ്യെ മേടിക്കാൻ നോക്കാം. പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നവരാണ്, ഓൾറെഡി അപ്പോയിൻമെൻറ്റ് കയ്യിലേക്ക് അടിച്ച് കിട്ടി എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോയി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയല്ലോ. ഇനി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഈ പറയുന്ന അഡ്മിഷൻ കാര്യങ്ങളെടുത്ത് പോളണ്ടിലേക്ക് ഈ പറയുന്ന ഒക്ടോബർ ഇന്ത്യയിലേക്ക് കയറി വരാൻ പറ്റുമോ? പറ്റാതിരിക്കാം, ഭാഗ്യം പോലെയാണ്. കാരണം ഡ്രോ സിസ്റ്റം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും കിട്ടാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇനി ഫ്രിഡ്ജിൽ കയറ്റണം, അതിനനുസരിച്ച് പാക്ക് ചെയ്യണം, അതൊക്കെയാണ് പരിപാടികൾ. അത് കഴിഞ്ഞൊന്ന് കുളിക്കണം, കിടന്നുറങ്ങണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി മെസ്സേജ് അയക്കും, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ശരി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം പലരും ഫോളോ ചെയ്യാതെ മെസ്സേജ് അയക്കും, ഞാനത് ഡിലീറ്റ് ചെയ്യുന്ന കളയാനുള്ള പതിവ്. അപ്പോൾ ശരി, ബൈ.